മഹാകാളി ഹീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടേ ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ മിക്കവാറും വിളിക്കുന്നത് ബാധയും സോളുള്ള ആൾക്കാരാണ്. സോൾ റിലീസിനായിട്ടാണ് ആൾക്കാർ വിളിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഈ ആളുകൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവരിപ്പോൾ സോൾ റിലീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും, അല്ലെങ്കിൽ സോൾ ഉണ്ട് അത് ചെക്ക് ചെയ്യണം സാറേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഞാൻ ഫോട്ടോ നോക്കിയിട്ട് ഇത് പറയും, ഇങ്ങനെ ഉണ്ട് സംഭവം ഉണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കും. ഒരു 5 പേര് ഫാമിലി ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 ആൾക്ക് 3 ആൾക്ക് ഉണ്ടാവും, ചിലപ്പോൾ 5 ആൾക്കും ഉണ്ടാവും. പക്ഷേ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നത് ഈ സാധനം ആക്റ്റീവ് ആവും, ഈ ഇരിക്കുന്ന സാധനം ഉണരും. അപ്പോൾ ആളുകൾക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുത്ത് വേദന അത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വിളിക്കും. സാറിന് വന്ന് കോണ്ടാക്റ്റിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ സാറ് പറഞ്ഞ പോലത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ എന്താണെന്ന് ചോദിക്കും. ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിരിക്കുന്ന സാധനം അതിരുന്ന് നിങ്ങൾ അറിയണില്ല, ആ സോളിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. പക്ഷെ എൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോഴേക്കും ആ എൻ്റെ വൈബ്രേഷനിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ അത് ഉണരുകയാണത്, നിങ്ങളുടെ ബോഡിയിൽ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ആ സമയത്താണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത്. അതുവരെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്നില്ല, സെറ്റായി കഴിഞ്ഞു നിങ്ങളുടെ ബോഡിയിൽ. ഇനി രണ്ടാമത്തെ കാര്യം, ഞാനിപ്പോൾ അപ്പോയിൻമെൻറ്റ് ആർക്കും കൊടുക്കാറില്ല. നേരത്തെ കൊടുത്തെന്താ കുഴപ്പമെന്നറിയോ? കേൾക്കുന്ന ആൾക്കാർക്ക് കുറേ പേർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ്. അതായത് ഞാനിപ്പോൾ അടുത്ത തിങ്കളാഴ്ച ഒരാൾക്ക് അപ്പോയിൻമെൻറ്റ് രാവിലെ 7 മണിക്ക് കൊടുക്കേണ്ടിയിരിക്കും. അപ്പോൾ ആ ഇരിക്കുന്ന സോളിനറിയാം അടുത്ത തിങ്കളാഴ്ച 7 മണിക്ക് അതിനെ റിലീസ് ചെയ്ത് കളയാമെന്നുള്ളത്. അപ്പം മുതൽ ആ ശരീരത്തിൻ്റെ സാധനം ശല്യം ചെയ്ത് തുടങ്ങും ആൾക്കാരാണ്. അതിപ്പോൾ കുറേ പേരാണ് ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് എനിക്ക് തന്നെ ഗൗരവം മനസ്സിലായത്. അതുകൊണ്ട് ഞാനിപ്പോൾ മുൻകൂട്ടി അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത് നിർത്തി. ഇപ്പോൾ രാത്രിയാകുമ്പോൾ നമ്മൾ ഹീലിംഗ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആളോട് ഞാൻ പറയും, നാളെ ഒരു 4-5 പേരോട് പറയും, നാളെ വേണമെങ്കിൽ ചെയ്തു തരാം എന്ന് പറയും. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ രാവിലെ പറയും, ഏർലി മോർണിംഗ് 7 മണിക്കാൻ പറയും. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവായും. അന്നത്തെ ദിവസം നമുക്ക് കുഴപ്പമുണ്ടാവില്ല. അന്നത്തെ ദിവസം തന്നെ നമ്മളത് എടുത്ത് ക്ലിയർ ചെയ്ത് കളയുകയും ചെയ്യും. അതുകൊണ്ട് അവരുടെ ലൈഫേ മാറിപ്പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കുക. ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അബോർഷൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾ പെട്ടെന്ന് വന്ന് ചെയ്തു പോവുക, അതായിരിക്കും നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.